എല്ലാവർക്കും ഒരിക്കൽ കൂടി ജാൻകി ദേവ്കി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇപ്പം സമയം ഒരു 7 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങേണ്ടിയിട്ട് നമ്മളൊന്ന് പുറത്തിറങ്ങിയതാണ്. ഇത് വന്നിട്ട് നമ്മളുടെ സിറ്റി മോളാണ് കേട്ടോ. ഷോപ്പിംഗ് മോളെന്ന് പറയാൻ പറ്റില്ല, ഒരു ഷോപ്പിംഗ് സെൻറ്ററാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ എപ്പോഴും വന്നിട്ട് സാധനം നമുക്ക് എളുപ്പമാണ്, അടുത്താണ് വീട്ടിൻ്റെ. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ടാണ് സാധനം നമ്മൾ മോസ്റ്റ്ലി പർച്ചേസ് ചെയ്യുന്നത്. ഞാനിവിടെ വരാറുള്ള സമയത്ത് ഞാൻ കുറേ വട്ടം ഈ ഒരു ഡാൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കുറേ നേരം ഇവരുടെ ഈ ഡാൻസൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുന്നതാണ്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. എന്ത് ഭംഗിയായിട്ടല്ലേ അവർ ഈ ഡാൻസ് കളിക്കുന്നത്, നല്ല കൊറിയോഗ്രാഫി, നല്ല സ്റ്റെപ്സും കണ്ടിരിക്കാൻ തന്നെ വളരെ രസമാണ് കേട്ടോ. അപ്പോൾ അവർ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് ബോക്സ് വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ ഇത് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പൈസ ബോക്സിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഞാനും അവിടെ കുറച്ച് നേരം നിന്ന് അവരുടെ ഡാൻസൊക്കെ ആസ്വദിച്ചിട്ടാണ് കേട്ടോ ഷോപ്പിങ്ങിലേക്ക് കയറിയത്. ഈ ഡാൻസ് മാത്രമല്ല കേട്ടോ, ഞാനിവിടെ പല ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് വളരെ ഇഷ്ടമാണ് ഈ വയലിൻ, ഗിറ്റാർ അങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വായിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ ഷോപ്പിൻ്റെ ഫ്രണ്ടിലൊക്കെ ഈ വയലിനൊക്കെ വായിച്ച് അല്ലെങ്കിൽ ഗിറ്റാറൊക്കെ പ്ലേ ചെയ്ത് അവർ പാടിക്കൊണ്ടും അവിടെ ഇരിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാനതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ഇങ്ങനെ കാണുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. നമ്മളുടെ മലാവിയിൽ വന്നിട്ട് നമുക്ക് മീൻ വളരെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടുത്തെ മീനുകളൊക്കെ പുറത്തുനിന്ന് വരുന്നതാണ്. അതായത് മുസാംബിക്ക് അങ്ങനെ വേറെ കൺട്രീസിൽ നിന്ന് വരുന്ന മീനുകളാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ ഇങ്ങനെ വരുന്ന മീനുകൾ അവർ വന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ അറിയിക്കുമ്പോഴാണ് നമ്മൾ പോയിട്ട് മീൻ വാങ്ങുന്നത്. അതേപോലത്തെ ഒരു ഷോപ്പിലാണ് നമ്മളിനി പോകുന്നത് കേട്ടോ. അത് വന്നിട്ട് ടിലാവേ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ്. ഈ ക്വീൻസ് മോളിൻ്റെ ഉള്ളിലാണ് ആ ഷോപ്പുള്ളത്. ഞാൻ ഇന്നലെ ഇവിടെ വന്നിരുന്നു. ഇവിടെ കിങ് ഫിഷ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ വന്നത്. പക്ഷേ ഇന്നലെ വന്നപ്പം കിങ് ഫിഷ് ഉണ്ട്, പക്ഷേ കറണ്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് കട്ട് ചെയ്ത് വാങ്ങിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് വന്നിട്ട് വാങ്ങാമെന്ന്. അതാണ് ഞാൻ തിരക്കിൽ വന്നത്. കാരണം ഇവിടെ കിങ് ഫിഷൊക്കെ വല്ലപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അതും എന്താ പറയുക, മുസാംബിക്കിൽ നിന്നൊക്കെ വരുന്ന മീനാണ്. ഫ്രഷ് മീൻ ഇവിടെ പ്രതീക്ഷിക്കേണ്ട ആരും. ഫ്രഷ് മീൻ കിട്ടും, പക്ഷേങ്കിൽ അത് ലേക്ക് ഫിഷ് മാത്രമാണ് ഇവിടെ നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടുള്ളൂ. മലാവി ഒരു ലാൻഡ് ലോക്ക്ഡ് കൺട്രിയാണ്. ലാൻഡ് ലോക്ക്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചുറ്റുപാടും ഓഷ്യൻസോ അല്ലെങ്കിൽ സീയോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ വന്ന സമയത്ത് ഇവിടെ കിങ് ഫിഷ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുകയാണ് കേട്ടോ. ഏത് മീൻ എടുക്കണം എന്ന് വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മീൻ ഫുള്ളായിട്ട് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം വല്ലപ്പോഴല്ലേ ഇവിടെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് സ്ലൈസ് ചെയ്തിട്ട് ഫ്രീസറിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാം. അങ്ങനെ ഞാൻ ഈ ഒരു മീനാണ് കേട്ടോ എടുത്തത്. മൊത്തമായിട്ട് തന്നെ എടുത്തു. ഇവിടെ റേറ്റ് വന്നിട്ട് തലയില്ലാതെ പീസസ് മാത്രമായിട്ടും കിട്ടും. നമുക്ക് 1 kg എങ്ങനെ വേണമെങ്കിലും ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ മൊത്തമായിട്ട് എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സീ ഫിഷ് ലവേഴ്സാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത്ര വേണം. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. അപ്പം ഇത് ഞാനൊന്ന് തൂക്കി നോക്കട്ടെ എത്രയുണ്ടെന്ന്. നമ്മൾ വന്നത് തന്നെ ഒരു 7:30 മണി കഴിഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ ഒരു രാത്രി 8 മണിക്ക് ഈ ഷോപ്പ് ക്ലോസ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവരതൊക്കെ എല്ലാം റിമൂവ് ചെയ്ത് ഇങ്ങനെ ഫ്രീസറിൽ അവർ ഒതുക്കി വെക്കുകയാണ് കേട്ടോ. അങ്ങനെ മീൻ നമ്മൾ തൂക്കി നോക്കിയപ്പം ഒരു 3.25 അല്ല 3.5, ഏകദേശം ഒരു 3.5 എന്ന് പറയാം, അത്ര കിലോ ഉണ്ട് വിത്ത് ഹെഡ്. അപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞത് നമുക്ക് സ്ലൈസ് ചെയ്തിട്ട് റൗണ്ടിൽ നല്ല തിൻ സ്ലൈസസ് ആക്കിയിട്ട് തരണം. ഇതെന്താ സാധനം എന്ന് പറയുമോ? ഇതാണ് നമ്മളുടെ ബോട്ടി എന്ന് പറയുന്ന സാധനം. ഇതിവിടെ കുഞ്ഞു പീസസ് ആയിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു ഷോപ്പിൽ മീൻ മാത്രമല്ല കേട്ടോ, മട്ടൻ, ചിക്കൻ, ബീഫ്, ലിവർ, പിന്നെ അങ്ങനെ എല്ലാം കിട്ടും. അങ്ങനെ നമ്മൾ മീൻ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സ്ലൈസ് ആക്കിയിട്ട് അവർ 2-3 പാക്കറ്റിലാക്കിയിട്ട് സെറ്റാക്കി തന്നിട്ടുണ്ട്. ഹെഡ് വന്നിട്ട് സെപ്പറേറ്റ് പാക്കറ്റിൽ അവരാക്കിയിട്ടുണ്ട്. പിന്നെ നല്ല വലിയ പീസസ് വേറെ ഇതിലും, അതേപോലെ ടെയിൽ ഭാഗത്തിനുള്ള പീസസ് വേറെ ഒരു പാക്കറ്റിൽ, അങ്ങനെ നല്ല അടിപൊളിയായിട്ട് മുറിച്ച് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പേയ്മെൻറ്റും ചെയ്തിട്ട് ഇതാ നമ്മൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇതാണ് നമ്മളുടെ ക്വീൻസ് മോൾ.
അവിടുത്തെ ഓറിയൻ്റ് പാലസിൻ്റെ തൊട്ടിട്ടാണ് നമ്മളുടെ ഡിലാവേ ഷോപ്പ് വരുന്നത്. രാത്രി 8 മണി വരെയാണ് കേട്ടോ ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ടാവുക. 8 o'clock വരെയുള്ളൂ. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഞാൻ ഈ മീനിനെയൊക്കെ ഒന്ന് നോക്കട്ടെ, മര്യാദയ്ക്കൊന്ന് കാണട്ടെ. അങ്ങനെ ഷോപ്പിലൊന്നും മര്യാദയ്ക്ക് കണ്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്ന് എടുക്കട്ടെ എന്ന് വെച്ചിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എടുത്തത്. കാരണം ഞാൻ ഒരു കയ്യിൽ ഫോണും ഒരു കൈ കൊണ്ടാണ് ഈ മീനൊക്കെ എടുക്കുന്നത്. അങ്ങനെ നോക്കി മീൻ അത്യാവശ്യം നല്ല മീനൊക്കെയാണ്. അപ്പം നാളെ ഇതിനെ കൊണ്ടൊക്കെ എന്തെങ്കിലും ചെയ്യണമല്ലോ, അതൊക്കെ ഇങ്ങനെ ആലോചിച്ചതാണ്. അങ്ങനെ മീനൊക്കെ ഒന്ന് ഫ്രീസറിൽ കയറ്റണം. രാത്രി ആയല്ലോ, ഞാൻ വരുമ്പോൾ തന്നെ ലേറ്റായി. ഇപ്പം 9 മണി 9:30 ആകുമ്പോൾ നമ്മൾ കിടന്ന് ഉറങ്ങുന്നതാണ്. രാവിലെ സ്കൂളൊക്കെ ഇവിടെ നേരത്തെ അല്ലേ, ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ മക്കൾക്ക് പോകണം. അതുകൊണ്ട് തന്നെ വേഗം കിടന്ന് ഉറങ്ങണം, അല്ലെങ്കിൽ പിന്നെ രാവിലെ എണീക്കാൻ പറ്റില്ല. നെക്സ്റ്റ് പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.